നമസ്കാരം, ഞാൻ നിപിൻ നിരവത്ത്. കഴിഞ്ഞ ദിവസം MLA ഉമാ തോമസ് കല്ലൂർ സ്റ്റേഡിയത്തിൽ ദിവ്യ ഉണ്ണി സംഘടിപ്പിച്ച ഗിന്നസ് വേൾഡ് റെക്കോർഡ് പരിപാടിയിൽ പങ്കെടുക്കവേ കാല് വഴുതി താഴേക്ക് വീഴുകയും ഗുരുതരമായ പരിക്കുകളോടുകൂടി ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരു വാർത്ത നമ്മൾ കണ്ടു. ഞാൻ ആ വാർത്തയ്ക്കിടയിൽ കണ്ട ഒരു വീഡിയോ ദൃശ്യം ഇതാണ്. അതായത് നിലത്ത് ബോധരഹിതയായി കിടക്കുന്ന ഉമാ തോമസിനെ രക്ഷപ്പെടുത്തുക എന്ന് പറയുന്ന നല്ല മനസ്സോടുകൂടി കുറേയധികം ആളുകൾ അവിടെ വന്നു ചേരുന്നു. പക്ഷേ അവർ കൈയിലും കാലിലുമൊക്കെ തൂക്കിപ്പിടിച്ചെടുത്ത് വാഹനത്തിൽ കയറ്റി ഏറ്റവും പെട്ടെന്ന് ആശുപത്രിയിൽ കൊണ്ടുപോകുക, അവരെ ജീവൻ രക്ഷിക്കുക എന്ന് പറയുന്ന ഒരു നല്ല മനസ്സ് തന്നെയാണ് അവരവിടെ ചെയ്തത്. പക്ഷേ അതിനകത്തൊരു അശാസ്ത്രീയത ഉണ്ട് എന്നൊരു കാര്യത്തെക്കുറിച്ച് നമ്മൾ പലപ്പോഴും ഓർക്കാറില്ല. നമുക്ക് കാർ അപകടങ്ങൾ ഉണ്ടാകുമ്പോഴോ കെട്ടിടങ്ങളിൽ അപകടങ്ങൾ ഉണ്ടാകുമ്പോഴോ അല്ലെങ്കിൽ ഗാലറി തകർന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലൊരു അപകടം ഉണ്ടാകുന്ന സമയത്ത് അവർ ഏറ്റവും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കുക, വിദഗ്ധമായി ചികിത്സകൾ കൊടുക്കുക, അതും ഏറ്റവും വേഗതയിൽ കൊടുക്കുക എന്നതിനെക്കുറിച്ച് മാത്രമായിരിക്കും നമ്മളെല്ലാം ചിന്തിക്കുക. പക്ഷേ ഒരാളെ താഴേക്ക് വീഴുന്ന സമയത്ത് അയാൾ ഏത് രീതിയിലുള്ള പരിക്കുകളോടെയാണ് വീണതെന്നുള്ളതിന് സാധാരണക്കാരനായ ഒരാൾക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. അതിനകത്ത് പ്രാവീണ്യം നേടിയ ആളുകൾക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പം ആ അപകടമുണ്ടായ ഇടങ്ങളിലെല്ലാം ഇതുപോലെ പ്രാവീണ്യമുള്ള ആളുകളുണ്ടോ എന്നൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് വേറെ പല മാനങ്ങളുണ്ട്. പക്ഷേ നമ്മൾ ഒരു ഇവൻ്റ് അല്ലെങ്കിൽ ഒരു സംഭവം ഉണ്ടാകുന്ന സമയത്താണ് ചില കാര്യങ്ങൾ നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടത്. ഉമാ തോമസിൻ്റെ ഈ ഒരു വലിയ അപകടം നടന്ന സമയത്ത് അശാസ്ത്രീയമായ രീതിയിൽ ആളുകൾ ഏറ്റവും പെട്ടെന്ന് ആശുപത്രിയിൽ കൊണ്ടുപോകുന്നതിൻ്റെ ഭാഗമായിട്ട് അവർ ചെയ്തതിനകത്ത് ഒരു മിസ്റ്റേക്ക് ഡോക്ടർ തോമസ് വർഗീസ്, ഹെഡ് ഓഫ് ദ ക്യാൻസർ ഡിപ്പാർട്ട്മെൻറ്റ് സെൻറ്റ് ജോസഫ് ഹോസ്പിറ്റൽ മഞ്ഞുമൽ, അദ്ദേഹം എനിക്ക് ഒരു ഓഡിയോ അയച്ചു തന്നു. ഞാൻ പറയുന്നു എല്ലാ ആൾക്കാരും അത് കേൾക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യണം. കാരണം നമുക്കറിയില്ലാത്തൊരു മേഖല നമ്മൾ വലിയ ആത്മാർത്ഥതയോടുകൂടി സുമനസ്സായിട്ട് നമ്മൾ ചെയ്യുന്ന സമയത്ത് അതിനേക്കാട്ടിൽ വലിയ അപകടമായി മാറുന്നത് പലപ്പോഴും നമ്മളുടെ നിഷ്കളങ്കമായൊരു പ്രവൃത്തി അത് അപക്വമായി മാറുന്ന സമയത്താണ്. നിങ്ങളെല്ലാവരും ഈ വീഡിയോ ഒന്ന് കേൾക്കണം. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന കാര്യങ്ങൾ, ഒന്ന്, ഈ പേഷ്യൻറ്റിൻ്റെ ട്രോമ അല്ലെങ്കിൽ വീഴ്ചയിൽ ദൃക്സാക്ഷികൾ ഉണ്ടായിരുന്നോ, അത് വീണ് കിടക്കുന്നത് കണ്ടതാണോ? ദൃക്സാക്ഷികൾ ഉണ്ടെങ്കിൽ ഇത് ഏത് ഭാഗം അടിച്ചാണ് വീണത്, അതനുസരിച്ച് അവർക്ക് രക്ഷപ്പെടുത്താനുള്ള കാര്യങ്ങളെപ്പറ്റി ആലോചിക്കാം. അപ്പോൾ ഈ രോഗി വീണതുകൊണ്ട് അവരെ പരിശോധിക്കുന്ന കൂട്ടത്തിൽ ABC, അവരുടെ എയർവേ, എ മീൻസ് എയർവേ, ഇപ്പോൾ ശ്വാസം എടുക്കാൻ വിടാനുള്ള ബുദ്ധിമുട്ടുണ്ടോ, അത് നോർമലായിട്ടാണോ? രണ്ട്, ബ്രീതിങ് മെക്കാനിസം, അവർ അതോ ബ്ലഡോ വല്ലോ ക്ലോട്ടോ വല്ലോ നിറഞ്ഞ് വായിക്കകത്ത് ഫില്ലായി അല്ലെങ്കിൽ മൂക്കിൽ നിന്നുള്ള ബ്ലീഡ് വന്നിട്ട് ശ്വാസം തടസ്സം വന്ന് സംഭവിക്കുന്നുണ്ടോ? ബ്രീതിങ് കറക്റ്റ് ആണോ? അടുത്തത് സർക്കുലേഷൻ, അവരുടെ ഹാർട്ട് റേറ്റും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ടാണ് പോകുന്നത്. ഇങ്ങനെയുള്ള പ്രിലിമിനറി ടെസ്റ്റ് നമ്മൾ ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ അവർക്ക് ഹെഡ് ഇഞ്ചുറി ഉണ്ടായിട്ടുണ്ടോ എന്ന് നമുക്ക് അറിയാൻ പറ്റും. ഒരു അൺകോൺഷ്യസ് ആയി ആണ് വീണ് കഴിഞ്ഞ ശേഷമെങ്കിൽ ന്യായമായിട്ടും ഹെഡ് ഇഞ്ചുറി ഉണ്ടാവാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. ഹെഡ് ഇഞ്ചുറി എന്ന് ഉദ്ദേശിക്കുമ്പോൾ പുറമേ കാണുന്ന ഇഞ്ചുറി അല്ല, നമ്മുടെ തലച്ചോറിന് ക്ഷതം സംഭവിക്കുന്ന ഇഞ്ചുറീസ്, അതിനെയാണ് ഹെഡ് ഇഞ്ചുറി എന്ന് പറയുന്നത്. അതായത് സെറിബ്രം, സെറിബെല്ലം, മെഡുല്ല ഒബ്ലോങ്കേറ്റ, പോൺസ്, ഇങ്ങനെ തലച്ചോറിൻ്റെ പല പല ഭാഗങ്ങൾ, അതുപോലെ കോർട്ടെക്സ്, പിന്നെ പല ഏരിയ, സ്പീച്ച് ഏരിയ, മെമ്മറി ഏരിയ, ഇങ്ങനെ പല ഭാഗങ്ങൾ ബ്രെയിനിലുണ്ട്. ഇതിന് ഏതെങ്കിലുമൊക്കെ ക്ഷതം സംഭവിച്ചു കഴിഞ്ഞാൽ, ട്രോമാറ്റിക് ആയിക്കഴിഞ്ഞാൽ അവിടെയുള്ള ന്യൂറോൺസ് അല്ലെങ്കിൽ നെർവിൻ്റെ യൂണിറ്റുകൾക്കൊക്കെ ക്ഷതം സംഭവിക്കാം. അവിടെ ബ്ലഡ് ക്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇൻട്രാസെറിബ്രൽ ബ്ലീഡ് അത് സംഭവിക്കാം. അതുപോലെ പ്രായമുള്ള ആൾക്കാരാണെങ്കിൽ പലരും ക്ലോപ്പിലറ്റ്, അതായത് ബ്ലഡ് തിന്നിങ് ഏജൻറ്റ്സ്, ഡിസ്പിരിൻ പോലൊക്കെയുള്ള മരുന്ന് കഴിച്ചിട്ടുള്ളവരാണെങ്കിൽ ബ്ലീഡിങ് അൺകൺട്രോളബിളായിട്ട് ചെറിയ ട്രോമായി പോലും, ചെറിയ ഇഞ്ചുറി പോലും സംഭവിക്കാം. അടുത്ത പ്രധാനപ്പെട്ട കാര്യം അവരുടെ ലെവൽ ഓഫ് കോൺഷ്യസ്നെസ്, അത് പെട്ടെന്നൊരാൾ മയങ്ങിപ്പോയെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ബ്രെയിൻ ഇഞ്ചുറി സംഭവിച്ചിരിക്കാം. അപ്പോൾ ഇൻറ്റേർണൽ ബ്ലീഡിങ് സംഭവിക്കാൻ സാധ്യതയുണ്ട്. നമ്മളതിനെ ഗ്ലാസ്കോ കോമ സ്കെയിൽ എന്നാണ് പറയുന്നത്. ഒരാൾ വീണ് കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ഐ ഓപ്പണിങ്, കണ്ണ് തുറക്കാൻ നമ്മൾ ആവശ്യപ്പെട്ടാൽ കണ്ണ് തുറക്കുന്ന ആൾക്കാർ സ്പോണ്ടേനിയസ് ആയിട്ട് ചെയ്യുവാണെങ്കിൽ അവർക്ക് 4 ആണ് സ്കോർ. നമ്മൾ ശബ്ദം പുറപ്പെടുവിച്ചിട്ട് പേരൊക്കെ വിളിക്കുമ്പോൾ കണ്ണ് തുറക്കുക, അതിനെ ടു ദ സൗണ്ട് റെസ്പോൺസ് ആണെങ്കിൽ തന്നെ ഗ്ലാസ്കോ കോമ സ്കെയിൽ 3 ആണ്. പ്രഷർ, നമ്മുടെ കാലുകളിലോ കൈകളിലോ വല്ലതും പ്രഷർ കൊടുത്തിട്ട് അന്നേരം കണ്ണ് തുറക്കുന്ന അവസ്ഥയാണെങ്കിൽ അത് ലെവൽ 2 ആണ്. ഒരു റെസ്പോൺസും ഇല്ലാതിരിക്കുകയാണെങ്കിൽ അത് ലെവൽ 1 ആണ്. അതാണ് ഏറ്റവും അപകടകരമായ കാര്യം. വെർബൽ റെസ്പോൺസ് ആണ് രണ്ടാമത്തെ കാര്യം. എന്ന് വെച്ചാൽ നമ്മൾ അവർക്ക് ഓറിയൻറ്റേഷൻ, അതായത് ഈ എവിടെയാണ് കിടക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിവുണ്ട്. ഹോസ്പിറ്റലാണെങ്കിൽ ഹോസ്പിറ്റൽ, ഗ്രൗണ്ട് ആണെങ്കിൽ ഗ്രൗണ്ട്, അങ്ങനെ ഓർമ്മയുണ്ടെങ്കിൽ
വെൽ ഓറിയൻറ്റഡ് ആണെങ്കിൽ അവർക്ക് ലെവൽ 5 ആണ്. അതേസമയം കൺഫ്യൂസ്ഡ് ആണെങ്കിൽ അത് ലെവൽ 4 ആണ്. വാക്കുകളൊക്കെ ഇങ്ങനെ പറയാൻ പറ്റുന്നൊരു ലെവൽ ആണെങ്കിൽ ലെവൽ 3 ആണ്. സൗണ്ടുകൾ മാത്രം പുറപ്പെടുവിക്കുന്ന ഒരു ലെവലിലാണെങ്കിൽ ലെവൽ 2 ആണ്. ഈ വക ഒരു റെസ്പോൺസും ഇല്ലെങ്കിൽ അവർക്ക് ലെവൽ 1 ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അടുത്തത് മോട്ടോർ റെസ്പോൺസ് എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ. അതായത് മെക്കാനിക്കലി അവർക്ക് നമ്മൾ ഓരോ ആക്ഷൻസ് ചെയ്യാൻ പറയുമ്പോൾ ചെയ്യാനുള്ള എബിലിറ്റി. വെർബലായിട്ട് നമ്മൾ പറയും അവരോട് കൈ മടക്കൂ, കാല് പൊക്കൂ എന്നൊക്കെ പറയുമ്പോൾ അതനുസരിക്കാൻ പറ്റുന്നതാണെങ്കിൽ അത് ലെവൽ 6 ആണ്. നോർമലായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. എന്നാൽ അത് ലോക്കലൈസിങ് ആയിട്ട് മാറുവാണെങ്കിൽ അത് ലെവൽ 5. നോർമൽ ഫ്ലെക്ഷൻ ഉണ്ടെങ്കിൽ ലെവൽ 4, അബ്നോർമൽ ഫ്ലെക്ഷൻ ആണെങ്കിൽ ലെവൽ 3, എക്സ്റ്റൻഷൻ ലെവൽ നിൽക്കുവാണെങ്കിൽ ലെവൽ 2, ഈ ഒരു റെസ്പോൺസും ഇല്ലെങ്കിൽ ലെവൽ 1. ഇത് ഒരു എക്സ്പീരിയൻസ്ഡ് മെഡിക്കൽ ഡോക്ടർമാർ, ന്യൂറോ സർജൻസ്, കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസേഴ്സ് ഇവർക്കെല്ലാം ഇത് അറിവുള്ള കാര്യമാണ്. അങ്ങനെയാണ് ഈ ഗ്ലാസ്കോ കോമ സ്കെയിൽ വെച്ചിട്ട് ഒരു എമർജൻസിയിൽ എത്തിക്കഴിഞ്ഞാൽ കണക്ക് കൂട്ടുന്നത്. പക്ഷേ ഗ്രൗണ്ടിൽ ഒരാൾ വീണ് കിടക്കുമ്പോൾ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു ഡോക്ടറോ അല്ലെങ്കിൽ അല്ലാത്തവരോ ഇല്ലെങ്കിൽ ഇത് അസസ് ചെയ്യാൻ പ്രയാസമായിരിക്കും. പക്ഷേ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അവർക്ക് ഈ ഇഞ്ചുറീസ് ഉണ്ടോ ഇല്ലയോ, അവരുടെ കൈയും കാലും ഒക്കെ മൂവ് ചെയ്യുന്നുണ്ടോ എന്ന് മനസ്സിലാക്കിയിട്ട് കഴിവതും അവരെ അവയവങ്ങൾ പിടിച്ച് തൂക്കിയെടുത്ത്, നമ്മൾ ഈ ധർണയൊക്കെ നടക്കുമ്പോൾ പോലീസുകാർ ആൾക്കാരെ തൂക്കി എറിയുന്ന പോലെ ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും ബുദ്ധി. കാരണം ഒരാൾക്കുള്ള സ്പൈൻ ഇഞ്ചുറിയാണ്, കഴുത്തിൻ്റെ എല്ലുകൾക്ക് കശേരുക്കൾക്കുള്ള ഫ്രാക്ചർ വല്ലതുമാണെങ്കിൽ അവരെ ബലമായിട്ട് നമ്മൾ എടുക്കാൻ ശ്രമിക്കുമ്പോൾ കഴുത്ത് പുറമോട്ട് പോവുകയും ആ വലിയ പ്രശ്നമില്ലാതെ നമ്മുടെ നട്ടലിനകത്തൂടെ കടന്നു പോകുന്ന സ്പൈനൽ കോഡ് ഭംഗിയായിട്ട് ഇരിക്കുന്നൊരവസ്ഥയിൽ നിന്ന് അതിന് മുകളിലോട്ട് പ്രഷർ ഉണ്ടായിക്കഴിഞ്ഞാൽ കഴുത്ത് മുതൽ താഴേക്കുള്ള ഭാഗങ്ങൾ മുഴുവനും നിശ്ചലമായി പോകും. അത് വലിയൊരു അപകടമായിട്ട് മാറാൻ സാധ്യതയുണ്ട്. ഒരുപക്ഷെ ആ ഇഞ്ചുറി ഉണ്ടായതിനേക്കാൾ നമ്മൾ വരുത്തി വെക്കുന്നൊരു ഇഞ്ചുറിയായിട്ട് അത് മാറും. അപ്പോൾ കൈയ്ക്കും കാലിനൊക്കെ മൂവ്മെൻ്റ് ഉണ്ടെങ്കിൽ കഴിവതും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാർ അല്ല എങ്കിൽ, ട്രോമ കെയർ അല്ലെങ്കിൽ ഇങ്ങനെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൽ ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാർ അവിടെ ഇല്ല എങ്കിൽ കഴിവതും നമ്മൾ അവരെ ഹാൻഡിൽ ചെയ്യുന്ന കെയർഫുൾ ആയിരിക്കണം. 2, ചിലപ്പോൾ ആ കൂട്ടത്തിൽ കൈയും കാലും ഒടിഞ്ഞു കാണും. അങ്ങനെയുള്ളവരെയും കൈയും കാലിലും നമ്മൾ പൊക്കിയെടുത്തൊരു വാഹനത്തിലോട്ട് കയറ്റുന്നത് എപ്പോഴും അപകടകരമായ കാര്യമായിരിക്കും. ഈ ഫ്രാക്ചറുകളൊക്കെ കൂടുതലായിട്ട് അത് എക്സ്റ്റെൻഡ് ചെയ്തേക്കാം. ചിലപ്പോൾ അത് ഹിപ്പ് ഫ്രാക്ചർ ആയിരിക്കും. കാലെ പിടിച്ച് പൊക്കുന്നുണ്ടെങ്കിൽ ആ ഹിപ്പ് ഫ്രാക്ചർ വളരെ മോശമായ രീതിയിൽ അത് സെപ്പറേറ്റഡായി മാറിയിട്ട് ബ്ലീഡിങ് മാത്രമല്ല പല കോംപ്ലിക്കേഷൻസ്, ഡെത്ത് വരെ സംഭവിക്കാം. ഫാറ്റ് എംബോളിസം ഇങ്ങനെയൊക്കെയുള്ള പല പ്രശ്നങ്ങൾ സംഭവിക്കാം. അപ്പോൾ കഴിവതും എക്സ്പീരിയൻസ് അല്ലെങ്കിൽ നമ്മൾ ഒരു നല്ല ട്രെയിൻഡ് ആളിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതാണ് എപ്പോഴും ഉചിതം. അതൊരു 2-3 മിനിറ്റിനുള്ള ആളിനെ കെട്ടിയിരിക്കണം. ഇല്ലെങ്കിൽ നമുക്ക് പല പ്രശ്നങ്ങളും സംഭവിക്കാം. തൊറാസിക്, ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ തൊറാസിക് ഇഞ്ചുറി, ചെസ്റ്റിലുണ്ടാകുന്ന ഇഞ്ചുറികളാണ് അടുത്ത ഏറ്റവും പ്രധാനമായിട്ടുള്ള പ്രശ്നം. ഇത് നമുക്ക് ശ്വാസം കിട്ടാനുള്ള പ്രയാസമായിട്ട് മാറാം. അതുപോലെ നമുക്ക് ചിലപ്പോൾ എമർജൻസി ആയിട്ട് തൊറാക്കോട്ടമി ചെയ്യേണ്ട സിറ്റുവേഷൻ വന്നിരിക്കാം. എന്നുവെച്ചാൽ ചെസ്റ്റ് ഓപ്പൺ ചെയ്തിട്ട് അവിടെയുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കത്തക്കവണ്ണം മിനിമം ചെസ്റ്റിൽ കൂടെ ഒരു ട്യൂബെങ്കിലും ചിലപ്പോൾ ഇടേണ്ടി വന്നേക്കാം അത്യാവശ്യമായിട്ട് വരുമ്പോൾ. ഇതൊക്കെ നമുക്ക് എമർജൻസിയിൽ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പക്ഷെങ്കിൽ പേഷ്യൻ്റ് ബ്രീത്തിങ് സിറ്റുവേഷനൊക്കെ ആകുമ്പോൾ നമുക്കറിയാം എത്രയും പെട്ടെന്ന് പേഷ്യൻറ്റിനെ ട്രാൻസ്പോർട്ട് ചെയ്യണം. പക്ഷെ നമ്മുടെ കൊണ്ടിരുന്ന ആംബുലൻസിനകത്ത് ഓക്സിജൻ കൊടുക്കാനുള്ള സംവിധാനങ്ങൾ, ഇൻറ്റുബേഷൻ, അതായത് ട്യൂബ് ഇട്ട് ആളിനെ മൂക്കിൽ കൂടെ അല്ലെങ്കിൽ വായിൽ കൂടെ ട്യൂബ് ഇട്ട് ലങ്സിലോട്ട് ഒരു എൻഡോട്രക്കിയൽ ട്യൂബ് കടത്തി അതിൽ ഓക്സിജൻ കണക്ട് ചെയ്ത് അവർക്ക് ശ്വാസം കൊടുക്കാനുള്ള ഫെസിലിറ്റിയെങ്കിലും ഉള്ള ആംബുലൻസ് ആയിരിക്കണം നമ്മുടെ കയ്യിൽ കൊണ്ടുവരേണ്ടത്. അതുപോലെ തന്നെ ഈ വീണ അവസ്ഥ അറിയാമെങ്കിൽ നട്ടലിന് ക്ഷതം ബാക്ക് അടിച്ചാണോ വീണത്, ഫ്രണ്ടിലോട്ടാണോ വീണത്, സൈഡിലേക്കാണോ വീണത്, ഏത് രീതിയിലുള്ള അപകടങ്ങൾ, നട്ടലിന് അപകടങ്ങൾ സംഭവിച്ചിരിക്കാം, ബോൺസിന് സംഭവിച്ചിരിക്കാം, വാരിയലുകൾക്ക് സംഭവിക്കാം. ഷാർപ്പായിട്ടുള്ള ഒബ്ജക്റ്റ് ആണെങ്കിൽ ഹൃദയത്തിനകത്ത് ചിലപ്പം കയറി പോകാൻ സാധിക്കും. ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ ബാക്കിലടിച്ച് വീഴുവാണെങ്കിൽ ചിലപ്പോൾ നട്ടലിൻ്റെ ഇഞ്ചുറി നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും കൂടുതലാവാൻ സാധ്യതയുണ്ട്. അവിടെ ഹൃദയത്തിൻ്റെ അറകളിൽ നിന്ന് താഴെ കൊണ്ടുപോകുന്ന അയോർട്ട എന്ന് പറയുന്ന ആർട്ടറി ഉണ്ട്, വീന കാവയുണ്ട്, അതായത് മെയിൻ വെയിൻ കളക്ട് ചെയ്ത് കൊണ്ടുപോകുന്ന വെയിൻ ഉണ്ട്. അതെല്ലാം
നമ്മുടെ ചെസ്റ്റിൻ്റെ ബാക്ക് സൈഡിൽ കൂടെ കടന്നു പോകുന്നതാണ്. ഇങ്ങനെ പല ഇഞ്ചുറികളും പുറമേ നമുക്ക് ക്ഷതമില്ലെങ്കിൽ പോലും ഇൻറ്റേർണൽ ഇഞ്ചുറീസും നമുക്ക് സംഭവിക്കാൻ വളരെ സാധ്യതയുണ്ട്. ഇതേപോലെ വയറായിരുന്നു കൂടുതൽ പ്രഷറിൽ വന്ന് വീണമെങ്കിൽ ലിവർ ട്രോമ ചിലപ്പോൾ ഉണ്ടാവാം. അപ്പം അങ്ങനെ പല രീതിയിലുള്ള കോംപ്ലിക്കേഷൻസ് പുറമേ പ്രകടമായില്ലെങ്കിൽ പോലും ചിലപ്പോൾ ആ വീണ വ്യക്തിക്കുണ്ടാവാം. അപ്പം ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ കഴിവതും അവരുടെ എയർവേ ഓക്കെയാണ്, ബ്രീത്ത് ചെയ്യാൻ കഴിയുന്നുണ്ട്, അതുപോലെ തന്നെ അവർക്ക് ബ്ലൂ കളർ ആയിപ്പോയില്ല, അങ്ങനെയുള്ള കളർ ചേഞ്ച് ഒന്നും ഉണ്ടായിട്ടില്ല, കോൺഷ്യസ് ആണ്, അത്യാവശ്യം അവർക്ക് അറിയാമെങ്കിൽ ദയവായി അവരെ അൺട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാർ ഷിഫ്റ്റ് ചെയ്യുന്നതിന് പകരം നമ്മളൊരു ആംബുലൻസിന് വേണ്ടി വെയിറ്റ് ചെയ്ത് ട്രെയിൻഡ് ആയിട്ടുള്ള ICU ആംബുലൻസിലായിരിക്കണം ഇങ്ങനെയുള്ള ആൾക്കാരെ ഷിഫ്റ്റ് ചെയ്യേണ്ടത്. വളരെ റിജിഡായിട്ടുള്ള ഒരു മിനിമം ഒരു പ്ലാങ്ക്, ഒരു പലകയിലെങ്കിലും ആളിനെ ഷിഫ്റ്റ് ചെയ്തക്കോണം നമുക്ക് ട്രെയിൻഡ് ആയിരിക്കണം. നല്ല മോഡേൺ ആംബുലൻസുകളിലൊക്കെ ട്രോമ വന്നിട്ട് ഇങ്ങനെ വീഴുന്ന ആൾക്കാരെ ഷിഫ്റ്റ് ചെയ്യാനുള്ള സമ്പന്നരായ ആൾക്കാരുണ്ടാവും. അതേപോലെ പരിചയം സമ്പന്ന ആൾക്കാർ മാത്രമല്ല, അതിനുള്ള രീതിയിലുള്ള ട്രാൻസ്ഫറിങ് ബെഡുകൾ ആ ആംബുലൻസുകളിൽ സജ്ജമായിരിക്കും. അപ്പോൾ വളരെ കെയർഫുള്ളായിട്ട് പേഷ്യൻറ്റിനെ ഷിഫ്റ്റിംഗ് റോളേഴ്സ് ഉണ്ട്, അങ്ങനെ ഷിഫ്റ്റ് ചെയ്ത് പേഷ്യൻറ്റിനെ സേഫായിട്ട് കിടത്തി ഓപ്പൺ അല്ലെ ഫ്രാക്ചറുകളൊക്കെ അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഇമ്മൊബിലൈസ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതിനെ ഇമ്മൊബിലൈസ് ചെയ്ത് വളരെ ശ്രദ്ധാപൂർവമായ രീതിയിൽ നമ്മൾ ആ പേഷ്യൻറ്റിനെ ഒരു നല്ല കെയർ കിട്ടുന്നൊരു സെൻറ്ററിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അപ്പം സാധാരണക്കാരായ ആൾക്കാർ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ ഓപ്പൺ ഇഞ്ചുറി നിന്ന് ബ്ലീഡ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു നല്ല ക്ലീൻ ആയിട്ടുള്ളൊരു തുണി കൊണ്ട് അതിനെ കെട്ടി ബ്ലീഡിങ് നിർത്താൻ സാധിക്കും. അതൊന്ന്. രണ്ട്, നമുക്ക് എക്സ്പീരിയൻസ് ഇല്ല എങ്കിൽ നമ്മൾ ആ പേഷ്യൻറ്റിന് കൂടുതൽ അപകടം വരുത്താത്ത രീതിയിൽ അവർക്ക് എത്രയും പെട്ടെന്ന് ആംബുലൻസുകൾ വിളിച്ചു വരുത്തി ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാരെ കൊണ്ട് നമുക്ക് ഷിഫ്റ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കണം. മൂന്ന്, ക്രൗഡിനെ ഒരിക്കലും ഈ ഡിസാസ്റ്റർ സ്ഥലത്ത് തടിച്ചുകൂടാൻ അനുവദിക്കാൻ പാടുള്ളതല്ല. കാരണം അതുതന്നെ നമുക്ക് ഓക്സിജൻ പേഷ്യൻ്റ് കിട്ടുന്നതിൽ നിന്ന് പ്രശ്നം ഉണ്ടാവും. പിന്നെ പലപ്പോഴും ക്രൗഡിൻ്റെ പബ്ലിക് ഡിസിഷൻ ആയിരിക്കത്തില്ല ജെനുവിനായിട്ട് നമുക്കൊരു പേഷ്യൻറ്റിന് കൊടുക്കേണ്ട കാര്യം. ട്രീറ്റ്മെൻറ്റ് അവിടെ ബുദ്ധിമുട്ടാവും, ആംബുലൻസിന് എത്തപ്പെടാൻ പ്രയാസമാവും, ട്രെയിൻഡ് ആൾക്കാർക്ക് എത്തപ്പെടാൻ പ്രയാസമായിരിക്കും. അപ്പം നമ്മൾ അറിവില്ലാത്ത ആൾക്കാരാണെങ്കിൽ ആ രംഗത്ത് നമ്മുടെ കൊണ്ട് പ്രയോജനം ഇല്ല എങ്കിൽ നമ്മൾ ദോഷം വരുന്ന രീതിയിൽ ഉള്ള കാര്യങ്ങൾ അവിടെ ചെയ്യാതിരിക്കുമായിരിക്കും ഉത്തമം. പിന്നെ ഒരാളുടെ ജീവൻ്റെ കാര്യമാണ്. എത്രയും ഷോർട്ട് പീരീഡിനുള്ളിൽ ഏറ്റവും നല്ല ഫെസിലിറ്റിയുള്ള നിയറസ്റ്റ് പ്ലേസിൽ എത്തിക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം ഹെഡ് ഇഞ്ചുറി ഒക്കെ ആണെങ്കിൽ ഒരു ഗോൾഡൻ അവർ ഉണ്ട്. ഇത്ര സമയത്തിനുള്ളിൽ നമ്മൾ ബ്ലീഡിങ് ബ്രെയിനിനകത്ത് സംഭവിക്കുന്നുണ്ടെങ്കിൽ അതിനെ ഡ്രെയിൻ ചെയ്ത് പുറത്തേക്ക് വിടണം. ഇത്ര സമയത്തിനുള്ളിൽ ഒരു ന്യൂമോതൊറാക്സ് ചെസ്റ്റിനകത്തൊരു എയർ പോക്കറ്റ് ഫോം ചെയ്തു, ശ്വാസം വിടാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മളതിനകത്തൊരു ട്യൂബ് ഇട്ട് കഴിഞ്ഞാൽ ആ എയറിനെ പുറത്തേക്ക് വിട്ടാൽ പേഷ്യൻ്റെ ലങ്സ് എക്സ്പാൻഡ് ചെയ്യും. ഇനി ചില ബ്ലീഡിങ് കളക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതും പുറത്തേക്ക് പോകും. അതുപോലെ അബ്ഡമനൽ ഇഞ്ചുറിയൊക്കെ ആണെങ്കിലും ഒരു എമർജൻസി സർജറി വേണ്ടി വന്നാൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ആശുപത്രിയായിരിക്കും എപ്പോഴും ഉചിതം. ഇന്ന് ട്രോമ കെയർ എന്ന് പറയുന്നൊരു സൂപ്പർ സ്പെഷ്യാലിറ്റിയാണ്. അത് സാധാരണ ഉള്ള സർജന്മാരുടെ ട്രെയിനിങ്ങിനുപരിയായിട്ട് ഈ സൂപ്പർ സ്പെഷ്യാലിറ്റി ട്രെയിനിങ് കഴിഞ്ഞ ആൾക്കാർക്ക് ട്രോമ പേഷ്യൻസിനെ മാനേജ് ചെയ്യാനുള്ള സ്പെഷ്യൽ ട്രെയിനിങ് ഉണ്ടായിരിക്കും. അവർക്ക് മൾട്ടിപ്പിൾ ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെ കോർഡിനേഷനും എളുപ്പമായിരിക്കും. ഉദാഹരണത്തിന് ന്യൂറോ സർജൻ, പിന്നെ ഓർത്തോപെഡിക് സർജൻ, ചെസ്റ്റ് തൊറാസിക് സർജൻ, ജനറൽ സർജൻ, പിന്നെ ചില കേസിൽ പ്ലാസ്റ്റിക് സർജൻ, ഫേഷ്യോ മാക്സിലറി സർജൻ, ഇങ്ങനെ നിരവധി ആൾക്കാരുടെ ഒരു കൂട്ടായ ഒരു ടീം എഫേർട്ടായിരിക്കും എപ്പോഴും പേഷ്യൻറ്റിനെ രക്ഷപ്പെടുത്തുന്നത്. പക്ഷേ സാധാരണക്കാരായ ആൾക്കാർ എപ്പോഴും ചിന്തിക്കേണ്ട കാര്യം, നമ്മൾക്ക് ഒരു വിഷയത്തെപ്പറ്റി കൂടുതൽ ആധികാരികമായ അറിവില്ലെങ്കിൽ അറിവുള്ള ആൾക്കാർ എത്തുന്നവരെ അവരെ രക്ഷപ്പെടുത്തി നമ്മൾ ഇമ്മൊബിലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ വായിക്കാത്തൊക്കെ മണ്ണൊക്കെ വന്ന് കയറുണ്ടെങ്കിൽ മണ്ണൊക്കെ മാറ്റി കൊടുക്കാം എന്നുള്ളതല്ലാതെ അവരെ ബലമായിട്ട് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി തലയെ പിടിച്ച് പൊക്കുകയോ അല്ലെങ്കിൽ കാലെ പിടിച്ച് പൊക്കാൻ ശ്രമിക്കുകയോ
കയ്യെ പിടിച്ച് പൊക്കാൻ ശ്രമിക്കുകയൊന്നും ചെയ്യാതിരിക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതം, ഏറ്റവും നല്ലതായ കാര്യം. അപ്പോൾ നമ്മൾ ഒരു ജീവൻ രക്ഷിക്കുക എന്നുള്ളതാണ് നമ്മുടെ അജണ്ട എങ്കിൽ എപ്പോഴും വളരെ കെയർഫുള്ളായിട്ട് നമ്മൾ അതിനെ മാനേജ് ചെയ്തിട്ടിരിക്കുന്നു. പക്ഷേ സർക്കാർ അതുപോലെ ഈ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒഫീഷ്യൽസ് അറിഞ്ഞിരിക്കേണ്ട കാര്യം, ഇതുപോലുള്ള മാമത്ത് ക്രൗഡിനെ ഒരു സ്ഥലത്തേക്ക് നമ്മൾ പെർമിഷൻ കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും അവിടെ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടായിരിക്കണം. റിക്വസിറ്റ് നമ്പർ ഓഫ് ഫയർ റെസ്ക്യൂ സർവീസസ്, ആംബുലൻസസ്, ട്രെയിൻഡ് ഡോക്ടേഴ്സ്, ഇതെല്ലാം ഉണ്ടായിരിക്കണമെങ്കിൽ ഒരു വലിയൊരു ഇവൻ്റ് നടത്തപ്പെടുമ്പോൾ. ഇപ്പം നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായില്ലേ? നമ്മളാരും എക്സ്പേർട്ടുകളല്ല. നമുക്ക് പെട്ടെന്ന് മനസ്സിൽ തോന്നുന്നു ഒരാളെ രക്ഷപ്പെടുത്തണമെന്ന്. പക്ഷേ നമുക്ക് രക്ഷപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്തരം കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ളൊരു ബോധ്യം നമുക്കുണ്ടാവണം. അതിനുള്ളൊരു ഇൻഫ്രാസ്ട്രക്ചറുകൾ, അതിനുള്ള സിസ്റ്റം നമുക്ക് ഇവിടെ ഡെവലപ്പായി വന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ അത്തരം കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ അപകടം എന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മളുടെ കയ്യിൽ പ്രവൃത്തി കൊണ്ടായിരിക്കാം ആ അപകടത്തിൻ്റെ വ്യാപ്തി ഇപ്പോഴുള്ളതിനേക്കാൾ ചിലപ്പോൾ കൂടുതലായി എന്ന് വരാം. തിങ്ക് പോസിറ്റീവ്. ഹാവ് എ ഗ്രേറ്റ് ഡേ.